ഹായ് ഗൈസ്, ഞാനിങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ അയച്ചിട്ട് എടുത്തതാണ്. ഇന്നിപ്പോൾ രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ രാവിലെ ജിമ്മിൽ പോകുമ്പോൾ പോകുന്ന വഴിക്ക് മെസ്സിൽ സാധനം വെക്കുക, എന്നിട്ട് ഞാൻ ജിമ്മിൽ പോവാം, വിരുമ്പിതെടുക്കുക. അപ്പോൾ പോകുന്ന വഴിക്കിന് കുറച്ച് കാഴ്ചകൾ എനിക്കാണ് പരിപാടി. ഇത് ഫുള്ളാവുക അറിയില്ല, നോക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ നടന്ന് നമ്മളെ കോളേജിലെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾ നടക്കുന്നതല്ലേ ഉണ്ട്. പിന്നെ ഞാൻ കാണിച്ചുതരാം. അങ്ങോട്ടാണ് കോളേജ്. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ മോശം പറയാം. രാവിലെ തന്നെ മോശം പറയാൻ കഴിയില്ല. നമുക്ക് നേരെ ആവുന്നുണ്ട് ജിം ഏകദേശം 3 കിലോമീറ്റർ പോകാനുണ്ട്. ഇപ്പോൾ 1 കിലോമീറ്റർ ആയിട്ടു, അല്ല 2 കിലോമീറ്ററായി. ഇനി 1 കിലോമീറ്റർ കൂടി ഉണ്ട്. അങ്ങോട്ട് പോയാൽ എൻ്റെ കോളേജ്, ഇങ്ങോട്ടാണ് ജിം. പിന്നെ ഇവിടെ എല്ലാവരും രാവിലെ പട്ടീനെല്ലാം എടുത്തിട്ട് വരും. പട്ടീനെല്ലാം എടുത്തിട്ട് വന്നാൽ നല്ല രസമാണ് ഇടാം. നമുക്ക് പറ്റിയ വഴി വല്ലെങ്കിലും രാവിലെ ഒരു ഗ്രീഷ്മത്തിൽ പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ നടക്കാനൊരു രസമാണ്. ഞാൻ ബ്ലോഗ് ചെയ്യുന്നിട്ട് കുറേ നോക്കുന്നുണ്ട്, ചോദിച്ചാൽ നമുക്ക് പറയാം. വലിയ വീട്ടിൽ പറയാം. ക്യാമ്പസെല്ലാം അടിപൊളിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ച് നമ്മുടെ ഇരുന്നാൽ നേരത്തെ കണ്ടോ തലയിൽ തൊപ്പിയിട്ട് കുറച്ചെണ്ണുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അവർ വന്നിട്ട് നമ്മളെ പിടിക്കും. ഇങ്ങനൊരു മ്യൂസിയം പോലെ നമുക്കിത് കാണാൻ പോവാം. ഇരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല, തൊടാനെല്ലാം പറ്റില്ല. അപ്പുറം മറ്റില്ലേ നിക്കോ ഹോംസ്, അവർക്ക് മാത്രമായിട്ട് ഇരിക്കാൻ കഴിയും. നമ്മൾ ഇരുന്നാൽ ഇതിൽ ഡയലോഗ് ഉണ്ട്. യെസ്, അതാണ് IBM. കണ്ടോ, IBMൻ്റെ ബിൽഡിംഗ്. അത് ശരിക്കും അവരെ ക്യാമ്പസാണിത്. അവരെ ക്യാമ്പസാണിത്. നമ്മളെ കോളേജിൻ്റെ ക്യാമ്പസ് ഒന്നുമല്ല. അതിങ്ങനെ പറയുന്നത് ഇവരിങ്ങനെ ടൈപ്പ് പറഞ്ഞ് നമ്മളെ കോളേജിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നതാണ്. അതായത് IBMൻ്റെ ബിൽഡിങ്. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. 2 സൈഡ് നോക്കി ആരുമില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെല്ലാം ഒരാൾ റോഡ് കിടക്കുന്നുണ്ടെങ്കിൽ വണ്ടി സ്ലോ ആക്കും. ഇവിടെ എന്ന് വെച്ചാൽ ആക്സിലേറ്റർ കൊടുക്കുകയും ഓനെക്കാട്ടി മുമ്പേ ഞാൻ റോഡ് കടന്നു പോകണം, അങ്ങനത്തെ ടൈപ്പാണ്. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെ സ്വഭാവം മനസ്സിലാവും, നമ്മെ അതുമായിട്ട് പൊരുത്തപ്പെടും. അങ്ങനെ നമ്മൾ ജിമ്മിലെത്താനേ. ഇങ്ങോട്ടാ ജിമ്മ്. ഇവിടെ ഇപ്പോൾ 2-3 നില കയറാനുണ്ട്. ഇവിടെ വന്നിട്ടില്ലേ ഏറ്റവും വലിയ കാര്യം വെച്ച് ഇതാണ്, കുറേ സ്റ്റെപ്പ് കയറും നടക്കും. അതിനിപ്പോൾ പോകുമ്പോൾ എടുക്കാൻ വീഡിയോ, ജിമ്മിൽ വീഡിയോ എടുക്കാനും കഴിയില്ല. ഞാൻ ജിമ്മിൽ പോയാൽ ഫുൾ വർക്കൗട്ടാണ്. അങ്ങനെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് വരലേ ബൈസെപ്സ് അടിച്ചിട്ട് സ്വന്തമായിട്ട് കാണുന്നില്ലേ. ഇനിയിപ്പോൾ നമ്മൾ മെസ്സിൽ പോവും, ഭക്ഷണം എടുത്തിട്ട് മുമ്പ് പോയിട്ടുള്ള പരിപാടി അറിയില്ല. അതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ അടപ്പിട്ട് അലക്കലായിരിക്കും പരിപാടി, അവിടെ ഉണ്ടാവില്ല. ഞാൻ ബ്ലോഗ് എടുക്കുന്ന കിട്ടി ആ ബേക്കിലി വേറെ നോക്കുന്നു. ഞാൻ വെച്ചിട്ട് പറഞ്ഞു നമുക്കുണ്ടാ പേടി, നമ്മൾ കേരള കേസുള്ള. ഇതെല്ലാം നമ്മളെ ബാംഗ്ലൂരാണ് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന സ്ഥലം നല്ല ഗെറ്റപ്പ് ഉണ്ടാവും. ഇതെല്ലാം കേട്ടാ വീഡിയോയിൽ ഫുൾ കച്ചറയിലാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിപ്പോൾ മെസ്സിലേക്കാണ് പോകും. മെസ്സിൽ പോയിട്ട് ഫുഡ് എടുക്കണം. ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ മെസ്സ്. ഗൈസ് അങ്ങനെ മെസ്സിൽ പോയി സാധനം എടുത്തു. ഇനിയിട്ട് കഴിക്കണം. വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. അപ്പം ഓക്കെ എന്നാൽ ഇനിയൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. മിക്കവാറും ഈ വീഡിയോ ഇവിടെ എൻ്റെ ആവും. എനിക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. പിന്നെ ഒരു മൂഡ് വന്നേരം ഞാനങ്ങ് വ്ളോഗ് എടുത്തുന്നില്ല. ഇത് വലിയ രസം ഉണ്ടാവുമെന്നും പറയാൻ കഴിയില്ല. രസമുണ്ടോ ഇല്ലയോ അല്ല, ഞാൻ ഇടാണ്ട് പോയില്ല. അതിലെ കാര്യം പറഞ്ഞില്ല. അതിൻ്റെ ശരി ഓക്കെ. ഗൈസ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ, എല്ലാ വണ്ടിക്കും ഇൻഡിക്കേറ്റർ ഉണ്ട്, പക്ഷെ അത് കത്തിച്ചെന്തോ ഫൈൻ കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവർ ഇൻഡിക്കേറ്റർ ഉണ്ട്, പക്ഷെ കത്തിച്ചൂടാ. ഇതൊരു ഗുണമാണ് കേട്ടോടാ. എല്ലാ ആഴ്ചയും വേസ്റ്റ് എടുക്കാൻ വരും. എന്നിട്ട് ഇവർ കുറച്ച് വേസ്റ്റ് എടുക്കും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥയെല്ലാം ഇങ്ങനെ കുറേ പട്ടികളെല്ലാം കാണും. ആദ്യമെല്ലാം വന്ന സമയത്ത് ഞാനെല്ലാം കുറേ മേടിച്ചു. പിന്നെ ആ പണ്ടാര പറഞ്ഞ പോലില്ലേ, എല്ലാ നായിലും നമ്മൾ മൈൻഡ് ആയിക്കൂടാ. അതാണ് ഇവിടുത്തെ കാര്യം. നമ്മൾ ഇരിക്കണ മൈൻഡ് ആക്കിയേ വേണ്ട. നമ്മളെ ബൈക്ക് പോവും, അവരവരെ ബൈക്ക് പോവും. അങ്ങനെ കാര്യം. മൊട്ടപ്പ സർക്കിളുണ്ടേ, ഇത് വെച്ച് അയാൾ 100 വയസ്സായില്ലേ. അങ്ങനെ ഇടാ പിറന്നാളിന് വെച്ച ഗേറ്റായിട്ട് വേറൊന്നുമില്ല, ഒന്നും പറയാനൊന്നുമില്ല. ഇങ്ങനെ ബ്ലോഗ് എടുക്കാൻ മൂടുണ്ടായതുകൊണ്ട് ബ്ലോഗ് എടുത്തു. ഓക്കെ എന്നാൽ ബൈ.